ഇടുക്കിയിലെ അനധികൃത ഖനന വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ 10 ജില്ലകളിലെ ജിയോളജിസ്റ്റുമാരെ മാറ്റി. ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലാണ് സ്ഥലം മാറ്റം. ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റിനെ കണ്ണൂരിലേക്കാണ് സ്ഥലം മാറ്റിയത്. പാറഖനനം അന്വേഷിച്ചിരുന്ന 2 അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാർക്കും സ്ഥലം മാറ്റമുണ്ടായി. ഇവർക്ക് പകരം ഇടുക്കിയിൽ ആളെ നിയമിച്ചിട്ടുമില്ല. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. സുബിൻ, ഇതൊക്കെ നിഷ്കളങ്കം എന്ന് കരുതേണ്ടി വരുമോ? ഒരിക്കലുമല്ല. ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ പാറഖനനം നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ജില്ലാ സബ് കളക്ടർമാർ 2 സബ് കളക്ടർമാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ഇത് പ്രകാരം ഇന്നത്തെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ഇത്തരത്തിൽ പാറഖനനവും അതുപോലെ തന്നെ അനധികൃത മണ്ണ് ഖനനവും നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ജിയോളജിസ്റ്റുമാർക്കുള്ള ഒരു കൂട്ട സ്ഥലം മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രധാനമായും ഇടുക്കി ജില്ലയിലെ ഈ ഒരു ഖനന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോലിഭാരം പരിഹരിക്കാൻ എന്ന പേരിലാണ് ഈ ഒരു സ്ഥലമാറ്റം നടത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഇടുക്കി ജില്ലയിലെ ജിയോളജിസ്റ്റിനെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിലെ ജിയോളജിസ്റ്റിനൊക്കെ ഈ സി വർഗീസും അതുപോലെ തന്നെ സി വർഗീസിന്റെ മകനും മരുമകനും ഒക്കെ പണം നൽകിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ വർഷങ്ങളോളം ഈ പാറഖനനം നടത്തിയത് എന്നുള്ളൊരു ആരോപണമാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ജിയോളജിസ്റ്റിനെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഈ ഇടുക്കി ജില്ലയിൽ ഈ പാറഖനനത്തിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വന്നിരുന്ന 2 അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാർക്കും സ്ഥലമാറ്റമുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിലവിലൊരു ഇതിന്റെ ഒരു ആദ്യ നടപടി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഇടുക്കി ജില്ലയിൽ നിന്നുള്ള സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ അനധികൃത പാറഖനനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരാവകാശ രേഖ ലഭിക്കുകയുണ്ടായി. അതുപ്രകാരം 27 തവണയാണ് ജിയോളജിസ്റ്റ് കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർക്ക് അനധികൃത ഖനനത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. അതെല്ലാം തന്നെ പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും കുളം നിർമ്മാണത്തിന്റെയും അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിന്റെയും പേരിലാണ് ഇത്തരത്തിൽ അനധികൃതമായ പാറഖനനവും ഖനനവും നടന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഒരു കാർഷിക മേഖലയാണ്. കഴിഞ്ഞ വർഷമെല്ലാം അതിരൂക്ഷമായ വേനലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു മറവിലാണ് ഇത്തരത്തിൽ ഏലത്തോട്ടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കുളം കുഴിക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് അതിന്റെ മറവിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ പാറ പൊട്ടിച്ച് കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രധാനമായും രാത്രി കാലങ്ങളിലാണ് ഈ പാറ പൊട്ടിച്ച് കടത്തിക്കൊണ്ടിരുന്നത്. കട്ടപ്പന അതുപോലെ തന്നെ ഉപ്പുതറ ഉൾപ്പെടെയുള്ള മേഖലകൾ, തങ്കമണി ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇടുക്കി ഡാമിന്റെ പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യാപകമായി ഇത്തരത്തിൽ അനുമതിയില്ലാതെ പാറ പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട്. പാറ പൊട്ടിച്ചതിന് ഇതുവരെ 90 പേർ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതായത് 90-ലധികം പേർ ഇത്തരത്തിൽ അനധികൃതമായി പാറ പൊട്ടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ആളുകളുടെ പേര് പുറത്തുവിടാനുള്ള ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ പേര് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളൊരു വിവരമാണ് ജില്ലാ ജിയോളജിസ്റ്റ് പറയുന്നത്. അത് ഓഫീസിന്റെ പ്രവർത്തനത്തെ അത് ദോഷകരമായി ബാധിക്കും. ഓഫീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്ന ഒരു അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. ആ വിവരാവകാശ രേഖ കിട്ടിയിട്ടുണ്ട്. അതിൽ 4 ചോദ്യങ്ങളിലും സമാനമായ ഉത്തരം, അതായത് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടാൽ ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ള ഒരു മറുപടിയാണ് തന്നിരിക്കുന്നത്. നേരിട്ടെത്തി അത് ഈ വിവരാവകാശം വച്ചയാൾക്ക് നേരിട്ടെത്തി പരിശോധിച്ച് പോകാമെന്നും ആ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇടുക്കി ജില്ലയിൽ എത്രത്തോളം സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഭരണതലത്തിൽ എത്രത്തോളം സ്വാധീനമുള്ള ആളുകളാണ് ആ ഒരു ഖനനം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ പാറഖനനം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം തന്നെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഖനനം നടത്തിയിട്ടുള്ളത് ഈ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസും വിവരങ്ങൾ നൽകിയത് സുബിൻ തോമസ് ആണ്. നിരവധി വാർത്തകൾ തുടർച്ച തേടുന്നുണ്ട് ഇന്ന്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ വളരെ പെട്ടെന്ന് സമയപരിമിതി കൊണ്ട് വളരെ പെട്ടെന്ന് എടുത്തു പോയിട്ടുണ്ട്. വരും മണിക്കൂറിൽ അതൊക്കെ വലിയ പ്രാധാന്യത്തോടെ ചർച്ചയോടെ നൽകേണ്ടതുമുണ്ട്.